അപ്പൊ മച്ചാനെ നിനക്കില്ലാടാ 2 മക്കള്. എന്താ സംഭവം? വേറൊന്നുമില്ല ചങ്കുകളെ, MRCS എടുത്ത് തകരണം. MRCS ആരാണ്? കൊല്ലണവനെ. അതാണ് ചാതേക്ക MRS താഴ്ത്തണം. എന്നിട്ട് നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഒക്കെ കേറണം. ഇത് ലോകം മൊത്തം ചർച്ചയാണോ? എന്റെ പൊടിടവൻ കുറച്ച് സൗണ്ട് കുറച്ചു. ഇതോടുകൂടി ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോ നിർത്തുകയാണ്. കാരണം എന്റെ ഉപ്പാനോട് എനിക്ക് ഇവിടെ പോവാൻ പറ്റുന്നില്ല. ഞാൻ കാണിച്ചു തരാം. എന്റെ ഫാമിലിയുടെ പുറത്ത് ആരോ 2 ആൾക്കാർ വന്ന് ഇവിടെ ഹാമറിട്ട് അടിച്ച് പൊട്ടിച്ച് ഇതുവരെ പൊട്ടിച്ചില്ല. ഇത് പൊട്ടിക്കും എന്തായാലും. എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഞാൻ വീഡിയോ ഇടില്ല, ഒന്നുമില്ല, കാണലില്ല, സംസാരിക്കലില്ല. 6 hours later. ചങ്കുകളെ, ഈ അയ്യോ, എന്തൊക്കെ നടക്കുന്നട. പ്രശ്നം നിങ്ങൾ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും. ഈ ചെക്കനെ ആരാണ് അടിച്ചത്? ആരടിച്ചിട്ടാണെങ്കിലും ഓന്റെ പണ്ടം ഞാൻ പുറത്തിറക്കും. ഈ ചെക്കനെ സപ്പോർട്ട് ചെയ്തൊരു കാക്കയാണ്. 7,000 രൂപ പോയാലെന്തുവാ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരാളാണ് ഞാൻ. അനക്ക് സംരക്ഷണം വേണമെങ്കിൽ അനക്ക് ഞാൻ തരും. ചുമ്മാ അരിടാ. വാപ്പ ഉണ്ടോ? ഉമ്മ പറഞ്ഞു അങ്ങനെ ഒരാളുണ്ടെന്ന്. പിന്നെ വിളി. എന്ത് ആളെന്ത് തീർന്നാ? ചുമ്മാ അരിടാ. നിന്റെ വാപ്പ തന്നെ അത്. ഫാമിലി മൊത്തം ബ്രോഡാണ്. 10,000-15,000 രൂപ കൊടുത്ത വാപ്പ വരൂ. എനിക്കൊരു 5,000 എടുത്താ ഞാൻ വാപ്പാനെ 2 തെറ്റി തരാം. പിന്നെ അങ്ങനെ 2 hours later. നമസ്കാരം ചങ്കളെ. ഈ ചക്കന്റെ വണ്ടി അടിച്ച് പൊട്ടിച്ചമാരെ നമുക്ക് കിട്ടിയിരിക്കണം. ഓന്റെ വീടിന്റെ അവസ്ഥ, ഓന്റെ 2ാമത്തെ വാപ്പ കിടപ്പിലാണ്, 1ാമത്തെ വാപ്പ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു നമുക്ക് അവനെ റിവീൽ ചെയ്യണ്ട. നിങ്ങൾക്കില്ലടാ മക്കളെ. ഞാനപ്പോ പറഞ്ഞുതരാം. ഞാനും എന്റെ ഫാമിലിയും കൂടി നമ്മളിങ്ങനെ പുറത്തിങ്ങനെ കറങ്ങാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ കാറില് പെട്ടെന്ന് ഷാജാനൊക്കെ വിളിച്ചിട്ട് ഒരു 5,000 രൂപ തരാന്ന് പറഞ്ഞു. ഹലോ, സോറി, കട്ടേ. എന്താണ് നീ? പിന്നെ ഞമ്മക്കോനെ കിട്ടിയേക്കണ്. ഷാജാൻക പിടിക്കുമ്പം തൊലിച്ചോണ്ടിരിക്കരുത്, പറയണം ഷാജാൻക മാസിക്ക. നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ അത് കാണിക്കും. ഷാജാൻക മാസിക്ക. 12 o'clock midnight. എല്ലാരും തലങ്ങും വിലങ്ങും ഊക്കുന്നു. എന്റെ കൈയും കാലും വിറയ്ക്കുന്ന ഒരു തൊലിഞ്ഞ സ്ക്രിപ്റ്റും കൊണ്ട് വന്നേക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞ മരത്തിൽ നിന്ന് വല്ല ഊർന്നിറങ്ങണമെന്ന്. നിങ്ങൾ കേക്കത്തില്ല. കിടക്കേണ്ടായിട്ട് നായേ, വല്ല വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്നാ മതിയായിരുന്നു. ഞാനൊന്ന് പെടഞ്ഞു വീണ് നോക്കട്ടെ കാക്ക. നീ ഒന്ന് പെടഞ്ഞ. എന്ത് എന്റെ അമ്മോ, വിഷയം നിങ്ങള് കേട്ടാ പറയാതിരിക്കാൻ വയ്യ. എല്ലാം പോട്ടെ, ഞാൻ ആ വീഡിയോക്കകത്ത് പറയണതുണ്ട്. എല്ലാം പോട്ടെ, ഈ ഫെയിമിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന തന്തയില്ലായ്മയുണ്ടല്ലോ എന്റെ അമ്മോ, ആലോചിക്ക. ഇതൊക്കെ പോട്ടെ, തമാശയല്ല കഴിഞ്ഞ്. ആൾക്കാരിപ്പൊ ചിന്തിക്കുന്നത് ഇങ്ങനെയാ, മനസ്സിലായ? സ്ക്രിപ്റ്റ് ഇത് നിങ്ങളോടൊക്കെ എനിക്ക് ഇതേ പറയാനുള്ള കേസ്. നമ്മുടെ ലൈവ് കാണുന്ന പിള്ളേരോടെങ്കിലും ഇങ്ങനെ വളർന്നു വരരുത്. ഇങ്ങനെ അല്ലടാ, ഇത് പയ്യെ സമയമൊക്കെ എടുത്ത് വളർന്ന് പയ്യെ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഒറ്റയടിക്ക് ഫെയിം കിട്ടുന്നത് ഭയങ്കര പലരും പല കാര്യങ്ങളാണ്. സ്ക്രീനിൽ പോലും കാണിക്കേണ്ട ഒരു ശബ്ദം മാത്രം കേട്ടാ മതി. എന്റെ അമ്മോ, ആ സൗണ്ട് മാത്രം കേട്ടാ മതി അല്ലേ എന്റെ ആളിയ. This is more of my type.
ചാറ്റിൽ പ്രശ്നം ചാറ്റിലിപ്പോ ഇതൊക്കെ പ്രശ്നമാണ് സ്കൈയെ. സ്കൈയൊക്കെ പ്രശ്നമാണ്, സ്കൈയൊക്കെ പ്രശ്നമാണ്. ഇന്ത്യ ഞങ്ങളുടെ പ്രശ്നമാണ്. പാകിസ്ഥാൻ ചാറ്റിലിപ്പോ ഇപ്പൊ അവിടെ ഇപ്പൊ ഞാൻ എടാ ഇപ്പൊ ക്ലബിലൊക്കെ ഇരുന്ന് കാണുന്ന പിള്ളേരുണ്ട് കേട്ടോ ലൈവ് ടിവിയില്. അവരിപ്പോ അടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചീറി. ഇപ്പൊ ഇവിടെ കേരളത്തിൽ ഇപ്പൊ അങ്ങനെ അടി നടക്കുക. ഇവിടുത്തെ ഇതിന് പേര് ക്ലബിൽ ഇരുന്ന് ലൈവ് കണ്ടോണ്ടിരുന്ന ആൾക്കാരും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് സംഘം തിരിഞ്ഞ് അടിയായി. ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ റൂം. ഇതുപോലൊരു ഇതേപോലെ ഒരു റൂം ഉണ്ടാക്കേണ്ടത് ബാക്കിയുണ്ടല്ലോ. സത്യമാണ് ഇതുപോലൊരു റൂം ഉണ്ടാക്കണം. രാജ മാത്രം വാങ്ങിച്ചാ പോരാ, ചെറുത്. പാടുവാണോ ഇത്? എന്റെ അമ്മ കഴിച്ച് ഇത് ഏത് പാട്ടാ കഴിച്ചത്? എന്ത് രസമുണ്ട് കേൾക്കാൻ. കഴിച്ചത് ഏത് പാട്ടാണെന്ന് പറഞ്ഞു തരുമോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ? എടാ ഞാൻ പുതിയ കളിയൊന്നും കണ്ടില്ല കഴിച്ചു. നിങ്ങൾ കണ്ടോ കളിയൊക്കെ? ഞാൻ കണ്ടില്ല സത്യം പറയാലോ. ഓസ്ട്രേലിയ സീരീസ് ഒന്നും ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടോ? ഇന്ത്യ ജയിച്ചോ തോറ്റോ? അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഗൈസ്, ഇവർ രണ്ടുപേരുടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ 90s കിഡ്സിന്റെ കൊച്ചിലെ വെട്ടാറുന്ന എല്ലാരും പോവല്ലേ? ഇവരോടല്ല ഉള്ളു ഇനി ബാക്കി? രോഹിത്തും വിരാടോടല്ല ബാക്കിയുള്ളൂ? ജഡേജ ഉണ്ടല്ലേ? ജഡേജ ഉണ്ടോ? ജഡേജ എയർലി 2K 90s എല്ലാവരുടെയും ചൈൽഡ്ഹുഡ് ഹീറോസ് ആയിട്ടുള്ള നമ്മൾ കണ്ടു വളർന്നിരുന്ന കളിക്കാരെല്ലാം പോവാ. അയ്യോ ആലോചിക്കുമ്പോ തന്നെ സൂര്യകുമാർ അതൊക്കെ കുറച്ചും കൂടി മുമ്പിലാടാ, നമ്മുടെ കൊച്ചിയിലൊന്നും അല്ല. എനിക്ക് സത്യം ഞാൻ ഒരു ഓണസ്റ്റ് ആയിട്ട് പറയല്ലോ, എനിക്ക് ഇന്ത്യ ഇട്ടതിലെ ഏറ്റവും വൃത്തികെട്ട ജേഴ്സി എന്ന് തോന്നിയത് ഇതാണ്. സത്യം പറയാം, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ജേഴ്സി ഇതാണ്. ബാക്കി എല്ലാ ജേഴ്സി അടിപൊളിയായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇത്. ഈ ജേഴ്സി ഇതൊരു അപ്പി ജേഴ്സി ചെയ്തൊരു പറയാതിരിക്കാൻ വയ്യ. അണ്ണ സിറ്റിംഗ് നിർത്തിയല്ലേ? That's